കാണുന്നവരൊക്കെ നമ്മളോട് പറയാൻ തുടങ്ങി, നിങ്ങൾ എന്തുകൊണ്ട് സിനിമയിൽ ട്രൈ ചെയ്യുന്നില്ല, നിങ്ങൾ ഭയങ്കര നടനാണല്ലോ, ആനയാണല്ലോ, ചേനയാണെന്നൊക്കെ നമ്മൾ വെറുതെ ഇങ്ങനെ പറഞ്ഞ്. വയലാർ മാധവൻകുട്ടി സാറ് പുള്ളീനെ കാണാൻ പോകുന്നു. പുള്ളിയൊക്കെ ലിറ്ററലി നമ്മളെ എന്താ പറയുക, മറ്റേ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടില്ല, ഇറങ്ങി പോടാന്ന് പറഞ്ഞില്ല എന്ന് മാത്രം. കമൽ സാറിനോട് പറയുകയാണ്, ഇങ്ങനെ ഞങ്ങൾ ഇവിടുത്തെ വലിയ മിമിക്രി ആർട്ടിസ്റ്റുകളാണ്, നാടക അഭിനേതാക്കളാണ്, ആനയാണ്, ചേനയാണ്, നിങ്ങൾക്കിപ്പോൾ നല്ല രീതിയിൽ ജോലിയൊക്കെ ഉണ്ട് ബോംബെയിൽ, എന്തിനാണ് വെറുതെ ഇപ്പോൾ സിനിമ എന്നും പറഞ്ഞപ്പോൾ നിങ്ങൾ വരുമ്പോൾ ആരും നിങ്ങളെ പിടിച്ച് മെയിൻ ആക്ടേഴ്സൊന്നും ആക്കാൻ പോകുന്നില്ല, നിങ്ങൾ ഇതിലേക്കാണെന്ന് തീരുമാനിക്കണം, പിന്നെ നിങ്ങളുടെ കുടുംബത്ത് പ്രശ്നം ഉണ്ടാവരുത്, അങ്ങനെയുള്ള കൃത്യമായ അഡ്വൈസസൊക്കെ ലാൽ ജോസ് സാറ് തന്നിരുന്നു. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും മനസ്സുകൊണ്ട് ചിരിച്ചു, കാരണം അത് കുറേ കണ്ടതാണ്, ഞങ്ങൾ കുറേ പേരെ ഇതേപോലെ കണ്ടതാണ്. അപ്പോൾ അങ്ങനെ നാട്ടിൽ വരുന്നു. അങ്ങനെ ആ പടത്തിലാണ് ആദ്യമായിട്ട് ദിലീപിൻ്റെ കൂട്ടുകാരനായിട്ട് ഞങ്ങൾ ഈ പറഞ്ഞ രണ്ടുപേരും, ഞാനും ഈ സോമൻ എന്ന് പറഞ്ഞ വ്യക്തിയും കൂടി വരുന്നു. ഞങ്ങൾക്ക് രണ്ടുപേർക്കും കൂട്ടുകാരായിട്ട് അവസരം കിട്ടുന്നു. കാസ്റ്റിംഗ് ഡയറക്ടർ, ക്രിയേറ്റീവ് ഡയറക്ടർ, എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ, അതുപോലെ ഡബ്ബിംഗ് ആർട്ടിസ്റ്റ്, പിന്നെ നല്ല നടൻ, അങ്ങനെ ഒരുപാട് അലങ്കാരങ്ങൾ പേർന്നുണ്ട് ഈ കലാകാരൻ ദിനേശ് പ്രഭാകർ. നമസ്തേ. നമസ്കാരം. അടുത്തിടെ ഏറ്റവും ഒടുവിൽ ഞാൻ കാണുന്നത് മാർക്കോയിലാണ്, ഒരു നല്ലൊരു പോലീസ് ഓഫീസറുടെ വേഷത്തിൽ. ഇൻവെസ്റ്റിഗേറ്റീവ് ഓഫീസറാണ്. ഞങ്ങൾക്ക് ആദ്യാവസാനം കാണാൻ പറ്റിയില്ല അതിനകത്ത്. അതിലേക്കുള്ള ഒരു വരവ് എങ്ങനെയായിരുന്നു? മാർക്കോയിലേക്കുള്ള വരവ്, മാർക്കോയുടെ സംവിധായകൻ ഹനീഫ് അദേനി കുറച്ച് വർഷങ്ങളായിട്ടുള്ള സുഹൃത്താണ്. അപ്പോൾ എപ്പോഴും പറയും, എടാ നിനക്ക് പറ്റിയൊരു കഥാപാത്രം വരുമ്പോൾ വിളിക്കാം എന്ന് പറയും. ഇതിന് മുമ്പത്തെ ഒരു സിനിമയായിട്ടുള്ള ബോസ് ആൻഡ് കമ്പനി എന്ന് പറഞ്ഞ സിനിമയിൽ നിന്ന് അപ്രതീക്ഷിതമായിട്ടൊരു വിളി വന്നു. പക്ഷെ ആ സമയത്ത് വിളി പെട്ടെന്ന് അപ്രതീക്ഷിതമായതുകൊണ്ട് എനിക്ക് പോകാൻ പറ്റില്ല, കാരണം വേറൊരു പടത്തിൻ്റെ വർക്കിലായിരുന്നു. അപ്പോൾ അത് ദുബായിലായിരുന്നു ആ പടത്തിൻ്റെ ഷൂട്ടിങ്. അപ്പോൾ ആ അവസരം അവിടെ മിസ്സായി. അപ്പോൾ സാധാരണ സംവിധായകർ അങ്ങനെ ഒരു പടത്തിലേക്ക് വിളിച്ചാൽ ചെന്നില്ലെങ്കിൽ പിന്നെ വിളിക്കലില്ല പൊതുവെ. അപ്പോൾ അങ്ങനെ വിളിക്കില്ലേ എന്ന് ഞാൻ വിചാരിച്ചു. അപ്പോൾ പിന്നെ ഈ പടത്തിൻ്റെ ചർച്ചകൾ നടന്ന സമയത്തും അങ്ങനെ വിളിയൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ പക്ഷേ അനീഫ് തന്നെയാണ് വിളിച്ചത്, ഇതിലൊരു വേഷം ചെയ്യാമെന്ന് പറഞ്ഞിട്ട്. ചുങ്കത് ജ്വല്ലറി ലൈറ്റ് വെയ്റ്റ് ഗോൾഡിൻ്റെ ഏറ്റവും പുതിയ കളക്ഷൻ. അപ്പോൾ ഞാൻ മാർക്കോ എന്ന് പറയുന്ന സിനിമയിൽ എൻ്റെ കഥാപാത്രം പോലീസ് കഥാപാത്രമാണ്. അപ്പോൾ ഞാൻ ആ സമയത്ത് ഇതുപോലെ താടി ലുക്കിലായിരുന്നു. പക്ഷേ ഞാൻ ഒരു പോലീസ് ക്യാരക്ടറിന് വേണ്ടിയിട്ട് അപ്പോൾ താടിയൊക്കെ എടുത്തിട്ട് അങ്ങനെ പോലീസ് ക്യാരക്ടർ ചെയ്തു. അപ്പോൾ ഞാൻ എൻ്റെ ലൊക്കേഷനിൽ വെച്ചിട്ട് പറഞ്ഞു ഇങ്ങനെ അനീഫിനോട്, ഇത് ഉണ്ണി ഒത്തിരി ഭയങ്കര ഡെഡിക്കേറ്റഡ് ആയിട്ട് അത്രയും കഷ്ടപ്പെട്ടതിന് വേണ്ടി വർക്ക് ചെയ്യുന്നുള്ള, കാരണം ഞാൻ ആ ഫൈറ്റ് സീക്വൻസ് ഒക്കെ കണ്ടപ്പോൾ. അപ്പോൾ ഞാനിങ്ങനെ മനസ്സുകൊണ്ട് ആഗ്രഹിച്ചു, ഇത്രയും ഒരു നടൻ ആ പടത്തിന് വേണ്ടി എഫേർട്ട് എടുക്കുന്നു, അതിൻ്റെ റിസൾട്ട് എന്താവുന്നു. പക്ഷേ പടം ഇറങ്ങി കഴിഞ്ഞപ്പോൾ ഇപ്പോൾ ഹാപ്പിയായി, നല്ലൊരു ഭയങ്കര ആക്ഷൻ ഹീറോ എന്നുള്ളൊരു പേരും കിട്ടി. അപ്പോൾ അത്തരം സക്സസ് ആയിട്ടുള്ളൊരു പടത്തിൽ ഈ വർഷം അവസാനം അഭിനയിച്ച് നിർത്താൻ പറ്റിയെന്നുള്ളത് വലിയൊരു സന്തോഷം. ഇതിന് ഒരു മാസം മുമ്പ് കുട്ടികളുടെ ഒരു സിനിമ വന്നിരുന്നു, പല്ലൊട്ടി എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നല്ല അഭിപ്രായം കിട്ടിയ സിനിമയായിരുന്നു. അപ്പോൾ അതിലും ഒരു ചെറിയ കഥാപാത്രം ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു രണ്ട് ചെറിയ സന്തോഷത്തോടു കൂടിയിട്ടാണ് ഈ വർഷം 2024 അവസാനിക്കുന്നത്. അപ്പോൾ പുതുവർഷം പ്രതീക്ഷയുടെ വർഷമാണ്. അത് അങ്ങനെ തന്നെ മുന്നോട്ട് പോകട്ടെ. പക്ഷേ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ സർവകാല റെക്കോർഡുകളാണ് എല്ലാ ഭാഷാ ചിത്രങ്ങളിലും മാർക്കോ. അതെ, മാർക്കോ ഇപ്പോൾ ഹിന്ദിയിൽ നല്ല ഒപ്പീനിയനാണെന്ന് പറഞ്ഞു, തമിഴിൽ ഒപ്പീനിയൻ, എല്ലാ ലാംഗ്വേജിലും. കാരണം അവിടെ ഒന്നും കാണാത്ത രീതിയിലുള്ള ഒരു കൈൻഡ് ഓഫ് വയലൻസും അങ്ങനത്തെ ഒരു സ്റ്റൈലും ഒരു ഈവൻ ഫൈറ്റും എല്ലാം. നമ്മളിപ്പോൾ KGF അല്ലെങ്കിൽ പുഷ്പയൊക്കെ കണ്ടിട്ട് ഭയങ്കര സ്വാഗാണ്, സ്റ്റൈലാണെന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഇവിടെ നമ്മളുടെ പരിമിതികളിലും നിന്നുകൊണ്ട് ഇത്രയും ചെയ്യാൻ പറ്റുന്നുള്ളത് വലിയൊരു സന്തോഷം നൽകുന്ന കാര്യമാണ്. അത് മലയാള സിനിമയ്ക്ക് തന്നെ സത്യം പറഞ്ഞാൽ വളരെ ഒരു പുതിയ ഉണർവുണ്ടാക്കി. അപ്പോൾ ഇനിയിപ്പോൾ ആക്ഷൻ സീക്വൻസുകൾ ചെയ്യുമ്പോഴും അല്ലെങ്കിൽ വയലൻസ് രംഗങ്ങളൊക്കെ ചെയ്യുമ്പോഴും പലർക്കും ഇനിയിപ്പോൾ ഇതിൻ്റെ പരിമിതി, ഇനിയിപ്പോൾ ഇതിൻ്റെ മുകളിൽ നിൽക്കുന്ന ഒരു മാർക്കിലേക്ക് പോകേണ്ടി വരും. അതാണ് ഒരു ചലഞ്ച് എടുത്തത്. അതൊരു അപകടവുമാണ് ശരിക്കും. അതൊരു അപകടമാണ്, കാരണം ഒരു ലൈൻ അവിടെ വരച്ചു കഴിഞ്ഞു. ഇനിയിപ്പോൾ ഈ ലൈനിൻ്റെ താഴെ വന്നാൽ ആൾക്കാർ ഇതുമായിട്ട് കമ്പയർ ചെയ്യും, അതിൻ്റെ അത്ര മാർക്കോടെ അത്ര വന്നില്ലല്ലോ എന്നൊക്കെ പറയും ചിലപ്പോൾ. അപ്പോൾ അതുകൊണ്ട് ഇനി ആക്ഷൻ ചെയ്യുന്നവരുടെയും പ്രത്യേക ശ്രദ്ധയ്ക്ക്, അല്ലെങ്കിൽ ഇത് വയലൻസ് എടുക്കുന്നവരെയും പ്രത്യേക. പക്ഷേ മലയാള സിനിമ എപ്പോഴും നമ്മളെ ഞെട്ടിച്ചുകൊണ്ടിരിക്കുന്ന സിനിമയാണ്. കാരണം ഞാനിപ്പോൾ ഈ പറഞ്ഞ പല്ലൊട്ടി എന്ന് പറയുന്നത് 90കളിൽ നടക്കുന്ന കുട്ടികളുടെ കഥയാണ്. ഇപ്പോൾ സൂക്ഷ്മദർശിനി എന്ന് പറഞ്ഞൊരു പടം വന്നു. അപ്പോൾ അത് വേറെ. അപ്പോൾ ഞാൻ ഈ പുറത്ത് ഹിന്ദിയിലും തമിഴിലൊക്കെ അഭിനയിക്കാൻ പോകുമ്പോൾ അവർ എന്നോട് ചോദിക്കുന്നൊരു ചോദ്യമാണ്, നിങ്ങളെങ്ങനെ ഇത്രയും വെറൈറ്റീസ് ആയിട്ടുള്ള സബ്ജക്റ്റുകളിലേക്ക് ഒരു സൂപ്രതാരം ഒരു പടത്തിൽ ചെയ്യുന്ന റോളുമായിട്ട് ഒരു ബന്ധമില്ല അടുത്ത പടത്തിൽ ഇതുമായിട്ട്. അവിടെ നിന്നൊക്കെ പറഞ്ഞാൽ റിപ്പീറ്റേഷൻസ് ആണല്ലോ കംപ്ലീറ്റ് ഇപ്പോൾ ബോളിവുഡിലും ഒക്കെ നടക്കുന്നത്. അല്ലെങ്കിൽ ഒരു കൈൻഡ് ഓഫ് സ്റ്റൈൽ മാത്രമേ അവർ ഫോളോ ചെയ്യുന്നുള്ളൂ. നമ്മളൊക്കെ എല്ലാ ജോണറിലുള്ള പടങ്ങളുണ്ട്, ഇഷ്ടംപോലെ നല്ല ആർട്ടിസ്റ്റുകളുണ്ട്. അത് കാരണം നേരത്തെ ഞാനൊരു 2012 വരെയൊക്കെയുള്ള സമയങ്ങളിൽ നോർത്ത് ഇന്ത്യയിലൊക്കെ അഭിനയിക്കാൻ പോകുന്ന സമയത്ത് നമ്മളോടുണ്ടായിരുന്ന ഒരു ആറ്റിറ്റ്യൂഡ് വേറെയായിരുന്നു. ഒരു ചെറിയ ഒരു പുച്ഛത്തോടു കൂടിയാണ് നമ്മളെ കണ്ടുകൊണ്ടിരുന്നത്. നമുക്ക് ഹിന്ദി അറിയില്ല, അങ്ങനെയൊക്കെ
ഒരു എന്താ സൗത്ത് ഇന്ത്യൻസിൻ്റെ മൊത്തത്തിൽ മദ്രാസി എന്നൊക്കെ പറഞ്ഞ് വിളിക്കുന്ന ഒരു ഇതുണ്ടായിരുന്നു. നമുക്കത് പ്രകടമായിട്ട് മനസ്സിലാവുമായിരുന്നു നമ്മളുടെ ആ ഒരു തരംതിരിവ്. പക്ഷേ ഈ 2016-17 ഞാൻ മറ്റേ ഫാമിലി മാൻ എന്ന് പറഞ്ഞ സീരീസിൽ അഭിനയിക്കാൻ പോകുന്നത്. അവിടെ നിന്ന് മുതലൊരു ഭയങ്കര ചേഞ്ച് ഓവറാണ്. നമ്മളെ കാണുമ്പോൾ നമ്മളോടുള്ള റെസ്പെക്റ്റ്, നമുക്ക് തരുന്ന കെയറിങ്, നമ്മളോട് അവർ ചോദിക്കുന്ന ചോദ്യങ്ങൾ ഒക്കെ ടോട്ടലി അവരുടെ കാഴ്ചപ്പാടുകളെ മാറി. നമ്മുടെ ടെക്നീഷ്യൻസിനെ കുറിച്ച്, നമ്മുടെ സബ്ജക്റ്റിനെ കുറിച്ചിട്ടെല്ലാം. അപ്പോൾ അതും വളരെ നല്ലൊരു കാര്യമാണ്. അതെനിക്ക് തോന്നുന്നത് ഈ പോസ്റ്റ് കോവിഡ് ഭയങ്കരമായിട്ട് മാറി. കാരണം നമ്മുടെ ഫിലിംസ് അപ്പോഴാണ് അവർ കാണുന്നത്. ഈ OTT പ്ലാറ്റ്ഫോംസിലൂടെയാണ് നമ്മുടെ പല ഫിലിംസും പരിപാടികളൊക്കെ ഇപ്പോൾ. പിന്നെ ഈ ഡബ്ബിംഗ് എന്ന് പറയുന്ന ഒരു ഇത് വന്നതോട് കൂടിയിട്ട് എല്ലാ ഭാഷകളിലും ഇത് ഡബ് ചെയ്ത് പോകുമ്പോഴാണ് ഇവരിത് കാണുന്നത്. സിനിമയോട് മാത്രം ചേർന്നൽ, സിനിമ മാത്രം ഭ്രാന്തമായി ആഗ്രഹിച്ചിരുന്ന ഒരാളാണ്. പക്ഷേ അമ്മ സരസ്വതി അമ്മ അല്ലേ, സരോജിനി അമ്മയാണ് ഒരുപാട് സിനിമ കാണുമായിരുന്നു. അതെ, എൻ്റെ അമ്മ ഒത്തിരി സിനിമ കാണുമായിരുന്നു. അപ്പോൾ അച്ഛന് സിനിമയ്ക്ക് വലിയ താല്പര്യം. അച്ഛനൊരു കച്ചവടമായിരുന്നു. അപ്പോൾ പുള്ളിക്ക് അങ്ങനെ സിനിമയ്ക്ക് പോകാനുള്ള സമയവും ഇല്ല. അച്ഛൻ പ്രഭാകരൻ നായർ. അപ്പോൾ പുള്ളി ഒരു ഷോപ്പായിരുന്നു പെരുമ്പാവൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത്. അപ്പോൾ പുള്ളി രാവിലെ ഷോപ്പിൽ പോകും, രാത്രി വരും. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് സിനിമയോട് അത്ര താല്പര്യമുള്ള ഒരു കൂട്ടത്തിലായിരുന്നില്ല. അമ്മയ്ക്ക് സിനിമയോട് നല്ല താല്പര്യമായിരുന്നു. അമ്മയ്ക്ക് കഥകൾ വായിക്കായിരുന്നു. അപ്പോൾ അമ്മയ്ക്ക് സിനിമയ്ക്ക് ആ സമയത്ത് 80കളിലൊരു സ്ത്രീകളൊക്കെ ഒറ്റയ്ക്ക് സിനിമയ്ക്ക് പോകാമെന്ന് പറഞ്ഞാൽ കുറച്ച് റെസ്ട്രിക്ഷൻസ് ഉള്ള ഒരു സമയമാണ്. അത് ഞാൻ പിന്നീട് എനിക്ക് മുതിർന്നപ്പോഴാണ് അത് മനസ്സിലായത്. അപ്പോൾ ആ ഒരു ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് അമ്മ എന്നെയും കൂട്ടിയിട്ട് സിനിമയ്ക്ക് പോകുന്നത്. അപ്പോൾ കുട്ടികളെയും കൂട്ടി സിനിമയ്ക്ക് പോയാൽ കുഴപ്പമില്ലല്ലോ. അങ്ങനെ പിന്നെ ഒരു കസിനായിട്ടുള്ളൊരു ചേച്ചി ഉണ്ടായിരുന്നു. അപ്പോൾ ഇവർ എല്ലാ സിനിമകൾക്കും, അപ്പോൾ സിനിമ എന്തെന്ന് അറിയാത്ത പ്രായത്തിൽ തന്നെ എന്നെ സിനിമയ്ക്ക് കൊണ്ടുപോയി തുടങ്ങി. അപ്പോൾ അന്നൊന്നും പക്ഷേ അറിഞ്ഞോ അറിയാതെ അങ്ങനെ കണ്ട് സിനിമയും കഥകളും നമ്മുടെ മനസ്സിലേക്ക് കയറുകയാണ്. ഇല്ല, അമ്മ ഇപ്പോൾ 2019 മരിച്ചു. നടനായി എൻ്റെ സിനിമകളൊക്കെ തിയേറ്ററിൽ കണ്ട് നാട്ടുകാർ എന്താ പറയുക, നമ്മളെ പെട്ടെന്നൊന്നും അംഗീകരിക്കില്ലല്ലോ നമ്മളെ സ്വന്തം നാട്ടിലുള്ളവർ. അപ്പോൾ നാട്ടിൽ തന്നെ നമ്മളെ പരിപാടികൾക്കൊക്കെ എനിക്ക് സ്വീകരണവും അങ്ങനെ ഒരു ഗസ്റ്റായിട്ട് വിളിക്കുന്നവരതെല്ലാം കണ്ടതിന് ശേഷമാണ് അമ്മ പോയത്. കോളേജ് വിദ്യാഭ്യാസം പോലെ ഇടയ്ക്ക് അതെ, കോളേജ് വിദ്യാഭ്യാസം ഒന്നും പൂർത്തിയാക്കാൻ സാധിച്ചില്ല. സിനിമാ കമ്പവും ആ സമയത്ത് ഇതൊരു കറക്റ്റായിട്ട് നമുക്ക് ഡിഫൈൻ ചെയ്യാൻ സാധിക്കുന്നില്ല. സിനിമയാണോ മിമിക്രി ആണോ എന്നൊക്കെയുള്ള. പക്ഷേ സിനിമയാണ് ഇതിൻ്റെ ഇതിനെക്കുറിച്ചൊരു അറിവില്ല. അപ്പോൾ അറിവില്ലായ്മ കൊണ്ടായിരിക്കാം ചിലപ്പോൾ അങ്ങനെ ഒരു തീരുമാനം എടുത്തത്. പഠിത്തം പോലും ഉപേക്ഷിച്ചിട്ട് ഇതിൻ്റെ പിന്നാലെ ഒന്ന് പോയി നോക്കാം എന്നുള്ളൊരു തീരുമാനം. അതൊരു വലിയ റിസ്ക് തീരുമാനമാണ് ആ കാലഘട്ടത്തിൽ. സാധാരണഗതിയിൽ എല്ലാവരും ഈ സിനിമകളുമായിട്ട് ചെന്നൈ മദിരാശി, കോടമ്പാക്കം, സിനിമാ പട്ടണം. അല്ല, അതിനൊരു കാരണമുണ്ട്. എനിക്ക് മദിരാശിയായിട്ട് ഒരു കണക്ഷനും ഇല്ല. അപ്പോൾ എനിക്ക് എൻ്റെ കുടുംബത്തിൽ നിന്ന് കുറേ റിലേറ്റീവ്സ് ബോംബെയിലുണ്ട്. അപ്പോൾ ഈ വല്യമ്മയുടെ മക്കൾ ഒക്കെ ഉണ്ട്. അപ്പോൾ എൻ്റെ മൂത്ത ചേച്ചി ബോംബെക്ക് പോകുന്നു. ചേച്ചിയുടെ പേര് രമാദേവി എന്ന്. അപ്പോൾ ചേച്ചി ബോംബെക്ക് പോകുന്നു. അപ്പോൾ ചേച്ചി ബോംബെയിലുണ്ട്. അത് കഴിഞ്ഞ് രണ്ടാമത്തെ സഹോദരിയും ബോംബെക്ക് പോകുന്നു. രണ്ടാമത്തെ സഹോദരി ബോംബെയിൽ തന്നെ കല്യാണം കഴിക്കുന്നു. അപ്പോൾ ബോംബെ എന്ന് എപ്പോഴും ആൾക്കാർ വരുന്നു. ബോംബെയിലുള്ളവർ എന്നെ കാണുന്നു. ബോംബെയിൽ നിന്ന് എനിക്ക് ഷർട്ട് കൊണ്ട് തരുന്നു. അപ്പോൾ ഞാൻ ഹിന്ദി സിനിമകൾ കാണാൻ തുടങ്ങുന്നു. അപ്പോൾ ആ സമയത്ത് ഈ TV ബ്ലാക്ക് ആൻഡ് വൈറ്റ് TV മേടിച്ച സമയമാണ്. അപ്പോൾ ഈ ദൂരദർശൻ പരിപാടികൾ, ചിത്രഹാർ എന്നൊക്കെ പറഞ്ഞ ഹിന്ദി പാട്ടുകൾ. അപ്പോൾ ഈ രാജേഷ് ഖന്ന യുഗം ഓൾമോസ്റ്റ് അവസാനിച്ച് അമിതാഭ് ബച്ചനിൽ നിൽക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ അത് കഴിഞ്ഞ് പുതിയ തലമുറയുടെ ആൾക്കാരായിട്ട് ജാക്കി ഷറഫും അനിൽ കപൂറും വന്നു. അത് കഴിഞ്ഞ് 80-90 ലാസ്റ്റായപ്പോൾ സൽമാൻ ഖാനും അമീർ ഖാനും എത്തി. 88 ആയപ്പോഴത്തേക്കും. അപ്പോൾ അവരുടെ സിനിമകൾ കണ്ട് അതിനോടൊരു ഭയങ്കര ഫാസിനേഷൻ. എനിക്ക് തമിഴ് സിനിമകാലം കൂടുതൽ ഞാൻ കാണുന്ന ഹിന്ദി സിനിമയാണ്. സ്ത്രീകളുടെ മുടി വളർച്ചയ്ക്കും ശക്തിക്കും അത്യാവശ്യമായ വൈറ്റമിൻ ഡിയാലും ഹെർബൽ ഈസ്ട്രജനാലും സമ്പുഷ്ടമായ ആദ്യത്തെ ഹെയർ എലിക്സർ മുടി കൊഴിച്ചിൽ നിയന്ത്രിക്കുന്നതിനോടൊപ്പം മുടി വളർച്ച കൂട്ടുന്നു. അമൃത് വേണി ഹെയർ എലിക്സർ. പിന്നെ ഈ ആര്യൻ സിനിമയൊക്കെ കണ്ടപ്പോൾ ഇവിടുന്ന് ലാലേട്ടൻ ബോംബെക്ക് പോകുന്നു. അവിടെ ചെന്ന് ഒരു മാസത്തിനകം തന്നെ അവിടുത്തെ വലിയ ആളായി മാറുന്നു. അവിടെ ലോകത്തിൽ ഒരാളെ ഇടിച്ചിരുന്നതോടുകൂടി അവിടെ അപ്പോൾ അന്നത്തെ ഒരു പൊട്ട ധാരണ വെച്ചിട്ട് നമ്മുടെ മനസ്സിൽ ചിന്ത അവിടെ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്കും പെട്ടെന്ന് ഇങ്ങനെയൊക്കെ ആവാം. പിന്നെ അങ്ങനെയാണ് ഇതെല്ലാം കൂടി പരുവപ്പെട്ടിട്ടാണ് ഈ ബോംബെ യാത്ര തന്നെ പോകുന്നത്. അങ്ങനെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലാവുന്നത് ഹിന്ദി ഭാഷ പോലും സംസാരിക്കാൻ അറിയില്ല എന്നുള്ളത്. അതൊരു ശരിക്കും ഒരു പെടലായിരുന്നു ശരിക്കും. പിന്നെ ഒരു സ്ട്രഗിളിൻ്റെ ഒരു കാലഘട്ടം കുറച്ചൊരു അനുഭവിച്ചല്ലേ. ബോംബെയിൽ പല ജോലികളും ചെയ്യേണ്ടി വന്നു. ഈ പറഞ്ഞ ഒരു കൊറിയർ ബോയ് ആയി, ലോറി ക്ലീനറായി, ഹോട്ടൽ വെയിറ്ററായി, അങ്ങനെയൊക്കെ ജോലി ചെയ്തു. അപ്പോൾ അത് ഇങ്ങനെ സുഹൃത്തുക്കളെ കിട്ടി അവിടെ നിന്ന്. പക്ഷേ അവിടെ ചെന്നപ്പോഴും ഈ കലാപ്രവർത്തനം ഉണ്ടായിരുന്നു. അതായത് അവിടെ ചെന്ന് ചാടിയത് തന്നെ ഇതൊരു ബാച്ചിലേഴ്സ് ഗ്രൂപ്പിൻ്റെ കൂട്ടത്തിലേക്ക്. അതായത് ശനി ഞായറൊക്കെ ആകുമ്പോൾ ഈ അയ്യപ്പ സമാജത്തിൻ്റെ പ്രോഗ്രാം, മലയാളി സമാജത്തിൻ്റെ പ്രോഗ്രാം. അപ്പോൾ കുറച്ച് അത്യാവശ്യം മിമിക്രി കൈവശം ഉണ്ടായിരുന്നതുകൊണ്ട് പെട്ടെന്ന് അവിടെ അന്ന് മൂക്കിലരായത്ത് മുറിമുക്കൻ രാജാവ് എന്ന് പറഞ്ഞ പോലെ നമ്മൾ എന്ത് ചെയ്താലും അവിടെ ഭയങ്കര ക്ലാപ്സാണ് ആ കാലഘട്ടത്തിൽ. ഇത്രയും TV പ്രോഗ്രാംസ് ഇതൊന്നും ഇല്ലല്ലോ അന്ന്.
അപ്പോൾ അന്ന് അവരൊക്കെ ഈ ബോംബെയിലേക്ക് നാട്ടിൽ നിന്ന് എപ്പോഴെങ്കിലും വരുന്ന കലാകാരന്മാരെ കാണാൻ വേണ്ടി കാത്തിരിക്കുന്ന ആളുകളാണ്. അപ്പോൾ അവരുടെ മുമ്പിലേക്കാണ് ഞാൻ ചെന്ന് ചാടിയത്. അപ്പോൾ ഞാൻ പെട്ടെന്ന് മിമിക്രി, അനൗൺസ്മെൻറ്റ് അങ്ങനത്തെ പരിപാടികളിലേക്ക് ചെന്ന് ചാടി. അപ്പോൾ എല്ലാ ശനി ഞായറും ഇത്തരം ആക്ടിവിറ്റീസ് ഉണ്ട്. അങ്ങനെ അവിടുത്തെ ഒരു നാടക ഗ്രൂപ്പുമായിട്ട് പരിചയപ്പെട്ടു. അവർ ഈ ശരിക്കും അമേച്ചർ നാടകം കളിക്കുന്ന ടീമായിരുന്നു. അപ്പോൾ അവർക്കും ആളെ വേണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അറിഞ്ഞോ അറിയാതെ നാടക നടനെ ചേർത്തല ജൂബിലിയുടെ ഒരു നാടകം അവരെടുത്തിട്ട് ബോംബെയിൽ അവതരിപ്പിക്കുകയായിരുന്നു. അറിയില്ലേ ഞാൻ നല്ല കള്ളൻ എന്ന് പറഞ്ഞു. ബെന്നി നായരമല സ്ക്രിപ്റ്റ് എഴുതിയൊരു നാടകമാണ്. അപ്പോൾ രാജൻ പി ദേവാണ് നാട്ടിൽ അഭിനയിച്ചത്. അവിടെ ബോംബെ ടീമാണ് അവതരിപ്പിച്ചത്. ഇവിടുന്ന് ഇവരുടെ നിന്ന് മ്യൂസിക്കും എല്ലാം വാങ്ങിച്ചിട്ട് അവിടെ റീക്രിയേറ്റ് ചെയ്യായിരുന്നു. പിന്നെ ആ ട്രൂപ്പിൻ്റെ ഒരു സ്ഥിരം നാടക നടനായി. അപ്പോൾ ഒരു ഓർക്കസ്ട്ര ട്രൂപ്പുമായിട്ട് പരിചയം. അപ്പോൾ അവരുടെ കൂടെ അനൗൺസ്മെൻറ്റ് ചെയ്യാൻ പോകും. ഓർക്കസ്ട്ര കുറച്ച് കഴിയുമ്പോൾ അതിൻ്റെ ഇൻ്റർവെല്ലിന് മിമിക്രി അവതരിപ്പിക്കും. ഞാനും എൻ്റെ ഒരു സുഹൃത്ത് അവിടെ വെച്ച്, സോമൻ എന്നാണ് സുഹൃത്തിൻ്റെ പേര്. അപ്പോൾ ഞങ്ങൾ ഭയങ്കര സുഹൃത്തുക്കളായി. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും ചേർന്ന് ഡ്യുവലായിട്ട് പ്രോഗ്രാം അവതരിപ്പിക്കും. അന്ന് നടന്മാരെയാണോ നടന്മാരെ അനുകരിക്കും, സ്കിറ്റുകൾ ചെയ്യും. അത് ഈ ബോംബെ ഇതിൽ ജീവിച്ചിട്ടുള്ളവർക്കറിയാം. ബോംബെ ജീവിതത്തിൻ്റെ കുറച്ച് തമാശകളൊക്കെ ഉണ്ട് അവിടുത്തെ മലയാളികളുടെ ഇടയ്ക്ക്. അതൊക്കെയാണ് നമ്മൾ സ്കിറ്റായിട്ട് അവതരിപ്പിക്കുക. ലോക്കൽ ട്രെയിനിലുള്ള യാത്ര, അങ്ങനെ ബോംബെയിൽ ഉണ്ടാകുന്ന കുറച്ച് കോമഡികൾ. അപ്പോൾ അത് പിന്നെ നാട്ടിലുള്ളവരുടെ മിമിക്രി കണ്ടിട്ട് അത് കോപ്പി അടിച്ച് അവിടെ അവതരിപ്പിക്കും. അങ്ങനെയുള്ള പരിപാടികളുണ്ടായിരുന്നു. അപ്പോൾ അന്ന് ഈ നടന്മാരുടെ ശബ്ദം എന്നൊക്കെ പറയുമ്പോൾ ഇതിനൊരു പെർഫെക്ഷൻ ഒന്നും വേണ്ട. ഏകദേശം ഒന്ന് അതിൻ്റെ ഒപ്പിച്ചാൽ പോലും ഭയങ്കര കൈയടിയാണ്. കാരണം അവർക്കത് കിട്ടാനില്ല, വളരെ ദുർലഭമാണ്. കാലം മാറിയപ്പോൾ ഇപ്പോൾ അതിൻ്റെ മൊത്തം രൂപവും ഭാവവും ഒക്കെ മാറി. അപ്പോൾ അങ്ങനെ അപ്പം ഞാൻ പറഞ്ഞ ഒരു സൈഡിൽ ഈ സ്ട്രഗിൾ, ജോലിയുടെ ഒരു സ്ട്രഗിൾ നടക്കുന്നുണ്ടെങ്കിലും മറു സൈഡിൽ ഈ ഒരു കാര്യം ഞാൻ എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു. അതായത് ഈ ശനി ഞായറും ഈ നാടകത്തിൻ്റെ റിഹേഴ്സൽ, ഗാനമേളകൾ, മിമിക്രി. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു സ്ട്രഗിളിനെ കുറിച്ചിട്ട് നമുക്ക് അങ്ങനെ ഒരു വിഷമിക്കേണ്ടി വന്നില്ല. അതേസമയം ഇപ്പുറത്ത് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലി തുച്ഛമായ ശമ്പളമാണ്. സാധാരണ ഗതിയിൽ ഇപ്പോൾ വലിയ സാമ്പത്തിക പരാധീനമുള്ള കുടുംബത്തിൽ നിന്നും അല്ല. പക്ഷെ എന്നിട്ട് അവിടെ പോയിട്ട് ഈ ക്ലീനർ ആവുക, അതെ, പിന്നെ ബാറിലെ അത് സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തിരിച്ച് നാട്ടിലേക്ക് വരാൻ ഭയങ്കര മടിയായിരുന്നു മാനസികമായിട്ട്. വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താവും. നമ്മുടെ കിലുക്കം സിനിമയിൽ മറ്റേ ഇന്നസെൻ്റ് പോലെ ഞാൻ എൻ്റെ വീട്ടിൽ 7 വേലക്കാരെ നിർത്തണം എന്നൊക്കെ പറഞ്ഞൊരു രീതിയിൽ ഇവിടെ നിന്ന് പോയിട്ട് പിന്നെ എനിക്കതൊന്നും ഓർമ്മയില്ലെന്ന് പറഞ്ഞ് ഇങ്ങോട്ട് വരാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് പോകണ്ടെന്ന് തീരുമാനിച്ചു നാട്ടിലേക്ക്. ബോംബെയിലുള്ള ഈ കാലത്ത് ഈ പിന്നെ ചാൻസ് ചോദിച്ചിട്ട് പോയിരുന്നോ ഒരുപാട് പേരെടുത്ത് അവിടെ സിനിമ? അല്ല, ആദ്യ കാലത്തൊന്നും അങ്ങനത്തെ ഒരു ചിന്തയിലാണല്ലോ. കാരണം ബോംബെയിൽ നിന്നുകൊണ്ട് ഒരിക്കലും മലയാള സിനിമയിൽ അഭിനയിക്കാൻ പറ്റില്ല. ഹിന്ദി സിനിമയിലും ആ ഒരു രംഗത്തേക്ക് നമുക്ക് അവർ എവിടെയാണെന്ന് പോലും നമുക്കറിയില്ല. ഇവരൊക്കെ അന്തേരി, ബാൻഡ്ര എന്നൊക്കെ നമ്മൾ അറിയാമെന്നല്ലാതെ ഇവരെങ്ങനെ അപ്രോച്ച് ചെയ്യണം, ഏത് രീതിക്ക്. പിന്നെ നമുക്ക് ഹിന്ദി ഭാഷ അത്ര വശമില്ല. അതിൻ്റെ ഒരു ലേറ്റർ ഓൺ നടക്കുന്ന ഒരു കാര്യമാണ്. ഞാൻ ഈ സ്റ്റേജ് പ്രോഗ്രാമുകൾ അവതരിപ്പിച്ച ഒരു ദിവസം ഒരാൾ സ്റ്റേജ് പ്രോഗ്രാമിൽ വന്നിട്ട് പറഞ്ഞു, നിങ്ങളുടെ നല്ല ശബ്ദമാണ്, അപ്പോൾ എന്തുകൊണ്ട് നിങ്ങൾ ഡബ്ബിങ് ട്രൈ ചെയ്ത് കൂടാന്ന് ചോദിച്ചു. അപ്പോഴാണ് നമ്മൾ ഈ മേഖലയെക്കുറിച്ച് ചിന്തിക്കുക. എനിക്കറിയില്ല ഡബ്ബിംഗ് എന്ന് പറഞ്ഞൊരു മേഖലയുണ്ടെന്ന്. അപ്പോൾ ആ ഒരു സുധാകരൻ നായർ എന്ന് പറഞ്ഞ് പുള്ളിയാണ് കൂട്ടിക്കൊണ്ട് പോയിട്ട് ഈ ഫിലിം ഡിവിഷൻ്റെ ഒക്കെ ഡബ്ബിംഗ് ഉണ്ട്. അന്ന് ഈ സിനിമയൊക്കെ തുടങ്ങുന്നതിന് മുമ്പ് ഒരു റീല് വരുമല്ലോ. അപ്പോൾ അത് ഫിലിം ഡിവിഷനിലാണ് ഡബ് ചെയ്യുന്നത്. അപ്പോൾ അത് ബോംബെയിൽ പെഡാർ റോഡിൽ ഈ ഫിലിം ഡിവിഷൻ്റെ ഓഫീസുണ്ട്, NFDCയുടെ ഒക്കെ ഓഫീസ്. അപ്പോൾ അവിടെ പോയിട്ട് നമ്മൾ ടെസ്റ്റ് കൊടുക്കണം, നമ്മുടെ വാക്കുകൾക്ക് ക്ലാരിറ്റി ഉണ്ടോ. അപ്പോൾ A ഗ്രേഡ് ആർട്ടിസ്റ്റ്, B ഗ്രേഡ് ആർട്ടിസ്റ്റ്, C ഗ്രേഡ് ആർട്ടിസ്റ്റ്, അങ്ങനെ 3 ഗ്രേഡായിട്ട് തിരിക്കും. ഇപ്പോൾ A ഗ്രേഡ് ആർട്ടിസ്റ്റിന് ഒരു വലിയ പേജ് ഡബ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 50 രൂപ എന്താണ് പ്രതിഫലം. അപ്പോൾ അതും 3 മാസങ്ങൾക്ക് ശേഷം ചെക്കൊക്കെ ആയിട്ടാണ് വരുള്ളൂ. അത് ഗവൺമെൻറ് പ്രൊസീജിയറാണ് അങ്ങനെ. അപ്പോൾ നമ്മൾ ആ ഗ്രേഡ് ആർട്ടിസ്റ്റ്, അപ്പോൾ അവിടെ പോയപ്പോൾ നമ്മൾ ഇതിൽ ടെസ്റ്റിൽ പാസ്സായി. അങ്ങനെ നമുക്കൊരു ഡബ്ബിങ്. അപ്പോഴാണ് ഈ ഇതിനോട് ഭയങ്കര താല്പര്യം തോന്നി. ഡബ്ബിങ് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് പരിപാടിയാണല്ലോ. ആ സമയത്താണ് ഈ സീരിയലുകളൊക്കെ മലയാളത്തിലേക്ക് മൊഴിമാറ്റം ചെയ്യപ്പെടാൻ തുടങ്ങുന്നത്. 94 ഒക്കെയാണെന്ന് എനിക്ക് തോന്നുന്നത്. അതായത് ഓം നമശിവായ, ജയ് ഹനുമാൻ, ചന്ദ്രകാന്ത, അങ്ങനെയൊക്കെയുള്ള സീരിയലുകൾ മലയാളത്തിലേക്ക് ഹിന്ദിയിൽ നിന്ന് ഡബ് ചെയ്യുന്നു. ഭയങ്കര പരിമിതികളുള്ള സമയമായിരുന്നു. അതൊക്കെ ഇപ്പോൾ കാണുമ്പോൾ നമുക്ക് ചിരി വരും. കാരണം എന്താണെന്നൊന്നും അറിയുന്നില്ല, ചെയ്തു തുടങ്ങുന്നുള്ളൂ. ലിപ്പ് കറക്റ്റ് ആയിരിക്കില്ല. പിന്നെ അവർ പറയുന്ന ഹിന്ദി എങ്ങനെയെങ്കിലും മലയാളത്തിലേക്ക് ആക്കി എഴുതുക. അപ്പോൾ കേൾക്കുമ്പോൾ നമുക്കൊരു വിചിത്രമായ ഭാഷ പോലെയൊക്കെ തോന്നും. അങ്ങനെയൊക്കെയാണ് അതിൻ്റെ തുടക്കം. അപ്പോൾ അക്കാലത്ത് നമ്മുടെ നാഷണൽ, ഹിന്ദുസ്ഥാൻ ലിവർ മുതലായിട്ടുള്ള എല്ലാ കമ്പനികളും ഹിന്ദിയിൽ മാത്രമേ പരസ്യം ചെയ്യുള്ളൂ. എന്നിട്ട് ആ പരസ്യങ്ങൾ എല്ലാ ലാംഗ്വേജുകളിലേക്കും ഡബ് ചെയ്യുകയാണ്. അപ്പോൾ നമ്മൾ കുറേ വാക്കുകളൊക്കെ പഠിച്ച അന്നാണ് അമ്മേ ദേ കിട്ടാണു എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം നമ്മളൊരിക്കും കിട്ടാണു, ഇതെന്താണ് ഈ സാധനം, അതൊക്കെ അന്നത്തെ ഈ കോപ്പി റൈറ്റേഴ്സ് എഴുതുന്ന ഓരോ വാക്കുകളാണ്. അപ്പോൾ ബോംബെയിൽ നിന്ന് ഒരു ബോംബെ പരസ്യങ്ങൾക്ക് ഒരു ലാംഗ്വേജ് ഉണ്ട്. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ നമ്മൾ ചിരിക്കും. അപ്പോൾ ഇത് ഡബ് ചെയ്യാനുള്ള അവസരങ്ങൾ കിട്ടി തുടങ്ങി. അപ്പം നമ്മളവിടെ സ്റ്റുഡിയോയിൽ ചെന്നിട്ട് ഇതിനെ ചോദ്യം ചെയ്യാൻ തുടങ്ങി. ഇതെന്താ ഇങ്ങനെ പറയണമെന്നൊക്കെ ചോദിക്കുമ്പോൾ അവർക്കൊരു സൂപ്പർവൈസറും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവർ പറഞ്ഞ പോലെ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ, ആ ക്ലയൻറ്റും ഏജൻസിയൊക്കെ പറയുന്ന പോലെ. അങ്ങനെ ഡബ്ബിങ്ങിൻ്റെ പരസ്യ മേഖലയിലേക്ക് കിടന്നു. അപ്പോൾ ഈ പരസ്യ മേഖലയിലേക്ക് കടന്നു കഴിഞ്ഞപ്പോൾ ഇതൊരു ഭയങ്കര അതുവരെ ഇല്ലാത്ത പുതിയൊരു മേഖലയാണ്. അപ്പോൾ പരസ്യങ്ങൾ എങ്ങനെ ഷൂട്ട് ചെയ്യുന്നു, പരസ്യങ്ങൾ എങ്ങനെ ഡബ് ചെയ്യുന്നു, ഒരു ചെറിയ സമയത്തിനുള്ള ഒരു ആശയം കൺവേ ചെയ്യുന്നു. അപ്പോൾ ഒരു ഭയങ്കര ഇൻട്രസ്റ്റ് ആയി ഇതിനോട്.
അപ്പോൾ കുറച്ചും കൂടി നമുക്ക് വരുമാനമുള്ള ഒരു മാർഗ്ഗത്തിലേക്ക് എത്തി. ഇപ്പോൾ സ്റ്റേജ് പ്രോഗ്രാമിനൊക്കെ വളരെ തുച്ഛമായ പൈസ നമുക്ക് കിട്ടും. പക്ഷേ നമ്മൾ മാനസികമായിട്ട് ഭയങ്കരമായിട്ട് സന്തോഷിക്കാറുണ്ട്. ബോംബെ, അതായത് മഹാരാഷ്ട്ര ത്രൂ ഔട്ട് എല്ലാ സ്ഥലത്തും പ്രോഗ്രാം അവതരിപ്പിച്ചിട്ടുണ്ട്. ഗുജറാത്തിൽ പോയി അവതരിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുമായിരുന്നു. ഈ അയ്യപ്പ സീസൺ, അല്ലെങ്കിൽ മലയാളി സമാജത്തിൻ്റെ വാർഷികം, ക്രിസ്മസ്, അങ്ങനത്തെ പ്രോഗ്രാംസിനൊക്കെ. ഈ അഡ്വർടൈസ്മെൻറ്റിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ അവിടെ നിന്ന് മറ്റൊരു ചാൻസ് കിട്ടി. അതായത് ഈ ഷൂട്ടിംഗ് നടക്കുന്ന സമയത്ത് തന്നെ നമുക്ക് സൂപ്പർവൈസ് ചെയ്യാൻ പോകാം. അതായത് ചിലപ്പോൾ അതേ സമയത്ത് തന്നെ അവർ ഇന്നൊക്കെ ചെയ്യുന്ന പോലെ ബൈലിംഗൽ ഡയലോഗുകൾ പറയിപ്പിക്കും, എന്നിട്ട് അത് പിന്നീട് ഡബ് ചെയ്യുള്ളൂ. അപ്പോൾ അങ്ങനെ സൂപ്പർവിഷൻ കിട്ടി. പിന്നെ ഇതിൻ്റെ ഡയലോഗ് എഴുതാനൊരു അവസരം കിട്ടി, ട്രാൻസ്ലേറ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ പയ്യെ ആ ഒരു അഡ്വർടൈസിങ് മേഖലയിലേക്ക് ഏജൻസികളുമായിട്ട് കണക്ഷനായി. അപ്പോൾ ഫുൾ ടൈം മറ്റുള്ള ജോലികളൊക്കെ വിട്ട് ആ സമയത്തൊരു മെഡിക്കൽ റെപ്പിൻ്റെ ജോലി ചെയ്യായിരുന്നു. അപ്പോൾ അതോടുകൂടി ഇങ്ങനെ ഒരു ആഴ്ചയിൽ 3-4 ദിവസമൊക്കെ വർക്ക് വരാൻ തുടങ്ങി. ജോലികളെല്ലാം ഉപേക്ഷിച്ച് ഒരു ഫുൾ ടൈം ഇതിലേക്കായി മാറി. എനിക്ക് തോന്നുന്നു അക്കാലത്ത് അമിതാഭ് ബച്ചൻ, ഷാരൂഖ് ഖാൻ, അതെ ആ സമയത്ത് ഇപ്പോൾ അമീർ ഖാൻ്റെ കൊക്കോകോളയുടെ ഒരു പരസ്യമുണ്ട്. അമീർ ഖാനും ഐശ്വര്യ റായും കൂടി അഭിനയിച്ചതാണ്. ഒരു വീട്ടിൽ രാത്രി വന്നിട്ട് കൊക്കോകോള ഉണ്ടോയെന്ന് ചോദിക്കുമ്പോൾ അമീർ ഖാൻ വീട്ടിൽ നിന്ന് ചാടിപ്പോയിട്ട് പാർട്ടിക്ക് വരുന്നതൊക്കെ ആയിട്ടുള്ള സാധനമുണ്ട്. അപ്പോൾ അതൊക്കെ ഡബ് ചെയ്തപ്പോൾ അമീർ ഖാൻ്റെ വോയിസായിട്ട് ഡബ് ചെയ്ത് ഞാൻ 1 മിനിറ്റ് ഇപ്പോൾ വരാം അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ചെറിയ ചെറിയ ഡയലോഗ്സാണ്. അപ്പോൾ അങ്ങനെ പരേഷ് റാവൽ, അപ്പോൾ ആ സമയത്ത് ഇവരുടെയൊക്കെ ശബ്ദം അമിതാഭ് ബച്ചൻ്റെയും പരേഷ് റാവലിൻ്റെയൊക്കെ വോയിസൊക്കെ ചെറുതായിട്ട് ഇമിറ്റേറ്റ് ചെയ്യുമായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു ധൈര്യം ഉള്ളതുകൊണ്ട് അങ്ങനെയുള്ള പരസ്യങ്ങളിൽ ഷാറൂഖ് ഖാനും ഒക്കെ പരസ്യങ്ങൾ ആ സമയത്ത് ഇത്രയൊന്നും പെർഫെക്ഷനും കാര്യങ്ങളൊന്നും ആരും നോക്കുന്നില്ല. അപ്പോൾ നമ്മൾ ഡബ് ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. കാലക്രമേണ അതിൽ മാറ്റം വന്നിട്ട് പിന്നെ ഷാറൂഖ് ഖാൻ്റെ വോയിസിൽ തന്നെ ഡബ് ചെയ്യാൻ തുടങ്ങി. മിമിക്രി ആർട്ടിസ്റ്റുകളെ വെച്ചിട്ട് അമിതാഭ് ബച്ചൻ്റെ വോയിസിൽ തന്നെ അങ്ങനെയൊക്കെ വന്നു. അപ്പോൾ ഈ അഡ്വർടൈസ്മെൻറ്റ് രംഗത്ത് കുറേ പോയപ്പോൾ ഇതിനോടൊരു ഭയങ്കര താല്പര്യം തോന്നി. അത് പിന്നീട് പിൽക്കാലത്ത് ഗുണം ചെയ്തു നാട്ടിൽ വന്നപ്പോൾ. അമിതാഭ് ബച്ചൻ്റെ ഒക്കെ വോയിസ് ഏതായിരുന്നു? ഏത് പരസ്യം? അമിതാഭ് എനിക്ക് വേണം പെപ്സിയുടെ പരസ്യമാണ്. പെപ്സിയുടെ പരസ്യം, ഷാരൂഖ് ഖാൻ്റെ ആമറോൺ, അതെ. അമീർ ഖാൻ്റെ ഇത് കോക്കിൻ്റെയാണ്. അല്ല, അതിനകത്ത് ഈ ശബ്ദത്തിലൊന്നും സംസാരിക്കാം അന്ന് പറഞ്ഞ രീതിയിൽ. അല്ല, അന്നത്തെ ഡയലോഗുകളൊന്നും സത്യം പറയാൻ ഓർമ്മയില്ല. അല്ല, അമിതാഭ് ബച്ചൻ്റെ ശബ്ദമൊക്കെ ആ സമയത്തൊക്കെ മിമിക്രിയിലൊക്കെ ഇമിറ്റേറ്റ് ചെയ്തിരുന്നു. അത് പറയും, ഞങ്ങൾ കേൾക്കട്ടെ. ഇപ്പോൾ ആ ശബ്ദമൊക്കെ ഉണ്ടോയെന്ന് തന്നെ അറിയില്ല. ഹം തുമാരെ ബാപ്പ് ലഗ്താ ഹൈ നോ ഷെൻഷാ അങ്ങനെ പറഞ്ഞിട്ടുള്ളൊരു അന്നതൊക്കെ ഓക്കെ ആയിരുന്നല്ലേ? അന്നതൊക്കെ ഓക്കെ ആയിരുന്നു. അല്ല, ഇപ്പോൾ കാലക്രമേണ സൗണ്ടിൽ വ്യത്യാസം വന്നിട്ടുണ്ട്. അപ്പോൾ ആ സമയത്ത് മറ്റേ ഒരു ഫിലിം ഉണ്ടായിരുന്നു, എന്താണ് ഈ ഷെൻഷാ, പിന്നെ ഖുദാ ഗവാ എന്ന് പറഞ്ഞൊരു ഫിലിം ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഒരു വലിയ ഡയലോഗ് ഉണ്ട്. അപ്പോൾ ആ ഡയലോഗൊക്കെ ബൈഹാർട്ട് ചെയ്തിട്ട് പറയായിരുന്നു അങ്ങനെ, സമീന ഹിന്ദുസ്ഥാൻ അസ്സലാമു അലൈക്കും, മേരാ നാം ബോട്ട് ഖാൻ ഹൈ, ഇഷ്ക് മേരാ മസബ് और मोहब्बत मेरा ईमान അങ്ങനെ പറഞ്ഞിട്ട് ഒരു വലിയ ഡയലോഗാണ്. അപ്പോൾ അത് അമിതാഭ് ബച്ചൻ, പിന്നെ നാനാ പടേക്കർ, പരേഷ് റാവൽ ഇവരുടെയൊക്കെ ശബ്ദങ്ങളൊക്കെ ചെയ്യാറുന്നു. കൂടുതലും അനുകരിച്ചിരുന്ന ആരെയാണ്? ഈ പരേഷ് റാവൽ പുള്ളി കോമഡിയും വില്ലനൊക്കെ ചെയ്തിരുന്നതായിരുന്നു. അപ്പോൾ പുള്ളിയുടെ ശബ്ദമായിരുന്നു ആ സമയത്ത് तो मिंटो अपना गोडाउन से मिल के भागा, मिंटो के पीछे पीछे अपना चिकना इंस्पेक्टर भागा, भागते भागते मिंटो ने चलती गाड़ी पकड़ ली, साला मिंटो ने क्या सोचा, बच गया. അങ്ങനെ പറഞ്ഞിട്ടുള്ള ഒരു സ്റ്റൈലുള്ളതായിരുന്നു. പിന്നെ ഈ ക്രാന്തി വീർ എന്ന് പറയുന്നൊരു ഫിലിമൊക്കെ ആ സമയത്ത് നാനാ പടേക്കർ വലിയതാണ്. ये हिंदू का खून, ये मुसलमान का खून, बता साले इसमें हिंदू का कौन सा और मुसलमान का कौन सा? जो अपने नाम नहीं बताना जानते उसको हिंदू और मुसलमान के बारे में किसने बताया? അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു സ്റ്റൈലുകളുണ്ടായിരുന്നു. പിന്നെ ഇയാളുടെ ശബ്ദം ആ സമയത്ത് ഖൽനായക് ഇറങ്ങിയപ്പോൾ സഞ്ജയ് ദത്ത്, ബല്ലു ബൽനായക് നാമേ മേരാ ഷരഫത്ത് കി കിതാബ് നെ ഹമേ ഖൽനായക് कहते हैं ഹിഹി ഹിഹി അങ്ങനെ പറഞ്ഞിട്ട് ആ സമയത്ത് നമ്മൾ അവിടുത്തെ കണ്ടമാനം ഇതുപോലത്തെ ആർട്ടിസ്റ്റുകളിലൊക്കെ അനുകരിക്കുകയായിരുന്നു. പിന്നെ ആ ഒരു മിമിക്രി ടച്ച് വിട്ടുപോയി. പിന്നെ നാട്ടിൽ ഈ ശബ്ദമൊന്നും അനുകരിച്ചിട്ട് ആർക്കും പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. ആ സമയത്ത് അവിടെ മലയാളത്തിൽ ആ സമയത്ത് നസീർ സാറും മധു സാറും ഒക്കെ ചെയ്യായിരുന്നു. ജനാർദ്ദനൻ്റെ ആയിരുന്നു ഏറ്റവും കൂടുതൽ ചെയ്തുകൊണ്ടിരുന്നത്. ജനാർദ്ദൻ്റെ അപ്പം ഞാൻ ആ സമയത്ത് തന്നെ നാട്ടിൽ വന്നപ്പോൾ ഞാൻ പറഞ്ഞ പുള്ളിയുടെയും ഈ ഇപ്പോൾ അമിതാഭ് ബച്ചൻ സാറിൻ്റെ ശബ്ദം മാറി എന്ന് പറഞ്ഞ പോലെ ജനാർദ്ദൻ സാറിൻ്റെ ഞാനിങ്ങനെ പറയായിരുന്നു. ഇങ്ങനെ ഞാൻ കണ്ടു തുടങ്ങുന്ന സമയത്ത് പുള്ളി വില്ലനാണ്. മിസ്റ്റർ അലക്സ്, നിങ്ങൾ ഞങ്ങളോട് സഹകരിക്കുകയാണെങ്കിൽ ഞങ്ങളുടെ മുതലാളി നിങ്ങൾക്ക് തക്ക പ്രതിഫലം തരും, ഇങ്ങനത്തെ ഒരു ശബ്ദമായിരുന്നു. പിന്നെയാണ് ഈ CBI വന്നപ്പോൾ ഹലോ തോമാച്ചനാദോ, ഞാൻ ഔസേപ്പച്ചനാദ്, ഇത് CBI കാരൻ അങ്ങനെയായി. പക്ഷെ ഇപ്പോഴത്തെ പിള്ളേർക്ക് അറിയാവുന്ന ഓ എടാ എൽദോ നോക്കി നിൽക്കാതെ കാല് തല്ലി കൊടുക്കടാ. അപ്പോൾ ഈ പ്രായമാവുന്നതനുസരിച്ചിട്ട് ശബ്ദത്തിൽ വരുന്ന വ്യത്യാസങ്ങൾ അത് ഈ അമിതാഭ് ബച്ചൻ സാറിനും എല്ലാവർക്കും ലാലേട്ടനും ഒക്കെ നമുക്ക് ആ ശബ്ദത്തിൻ്റെ ഇത് വരുമല്ലോ. അപ്പോൾ നമ്മൾ ആ കാലഘട്ടത്തിലെ മ്യൂസിക് ആയതുകൊണ്ട് അന്ന് അങ്ങനെ ചെയ്തു. പക്ഷേ മിമിക്രി എങ്ങനെ പിന്നെ അതായത് ഈ ജയറാമേട്ടനും ഈ അബീക്കയും ഭയങ്കരമായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. കാരണം ആദ്യം
കണ്ടു വളരുന്ന കല ഇതാണ്. നമ്മുടെ നാട്ടിൽ പെരുമ്പാവൂർ ഇത് മിമിക്രിയുടെ ജനകീയൊരു കലയായിരുന്നു. അതെ അതെ അതെ. അപ്പോൾ അന്ന് മിമിക്രി എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരേപോലെ 7 പേരൊക്കെ നിരന്ന് നിന്നിട്ട് ജുബ്ബയൊക്കെ വൈറ്റ് ജുബ്ബ ഇട്ടിട്ട് എല്ലാവരും മൈക്കൊക്കെ പിടിച്ചിട്ട് മറ്റേ പ്രഭാതം പൊട്ടി വിട്ടിരുന്നു. അങ്ങനത്തെയൊക്കെ സംഭവങ്ങളൊക്കെ കുറേ ചെയ്യും. മറ്റേ ഡുണ്ടു തൃശ്ശൂർ പൂരം അത് ഇതൊക്കെ ചെയ്തിട്ട് ഇത് കണ്ടാണ് ചെറുപ്പത്തിൽ വളരുന്നത്. അപ്പോൾ ഭയങ്കരമായിട്ട് ഫാസിനേഷൻ തോന്നിയിട്ടുള്ളത് അബീക്കയോടാണ് ആ സമയത്ത്. കാരണം അബീക്ക ആ സമയത്ത് മമ്മൂക്ക, അമിതാഭ് ബച്ചൻ, മാമുക്കോയ ഒക്കെ ചെയ്യും. അപ്പോൾ മറ്റേ വടക്കൻ വീരഗാഥയുടെ വേഷത്തിലൊക്കെ വന്നിട്ട് ചെയ്യായിരുന്നു. അപ്പോൾ ഞാൻ അബീക്കനെ കാണാൻ വേണ്ടിയിട്ട് ഞാൻ പെരുമ്പാവൂരാണ്. അപ്പോൾ അബീക്ക കോതമംഗലത്ത് MA കോളേജിൽ പഠിക്കണമെന്ന് പറഞ്ഞിട്ട് ഞാൻ ഇവിടെ നിന്ന് ബസ് കയറി കോതമംഗലത്ത് ഈ കോളേജിൽ പോയിട്ട് വെറുതെ കാണാൻ വേണ്ടി പോയിട്ട് ദൂരെ നിന്ന് മാറി നിന്ന് ഇങ്ങനെ നോക്കിയിട്ട് കാണും, ഇങ്ങനെ അടുത്ത് ഇത് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ പിന്നീട് ഞാൻ അബീക്കനെ മറ്റേ രസികനിലൊക്കെ അഭിനയിക്കുന്ന സമയത്ത് ഞാനിത് പറഞ്ഞിട്ടുണ്ട്. പുള്ളീനെ ഇങ്ങനെ കാണാൻ വേണ്ടി വന്ന് ദൂരെ നിന്ന് മാറി നോക്കിയിരുന്നു. എവിടെ പ്രോഗ്രാം ഉണ്ടെങ്കിലും സൈക്കിൾ ചവിട്ടി ഞങ്ങൾ 2 സുഹൃത്തുക്കൾ ചേർന്നത് മിമിക്രി കാണാൻ വേണ്ടി 20-30 കിലോമീറ്ററൊക്കെ പോകും. ഇതും ഈ പറഞ്ഞ പോലെ ഞാൻ പിന്നീട് ആലോചിച്ച് കണ്ടെത്തിയൊരു സംഭവമാണ്. അമ്മ വീട്ടിൽ ഇങ്ങനെ വീട്ടിൽ അമ്മാവൻ വന്നിട്ട് പോയി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ആരെങ്കിലും ഒരു ബന്ധുക്കൾ വന്നിട്ട് പോയി കഴിഞ്ഞാൽ അവരെന്ത് പറഞ്ഞു എന്നുള്ളത് ഏകദേശം അവരുടെ രീതിക്ക് പറഞ്ഞു കേൾപ്പിക്കായിരുന്നു. ഞാനിപ്പോൾ ഓർക്കണ്ട, അമ്മാവൻ വന്നിട്ട് ഇങ്ങനെ പറയുമോ, ഞാനവിടെ അങ്ങനെ പറഞ്ഞു കേൾപ്പിക്കാറുണ്ട്. മിമിക്രി അല്ല, അവരുടെ രീതി. അപ്പോൾ ആ ഒരു എനിക്ക് വേണം അനുകരിക്കാനുള്ള കഴിവ് അവിടെ ഉണ്ടായിരിക്കണം. കാത്തിരുന്ന പോലെ കുറേ കാലഘട്ടത്തിന് ശേഷമെങ്കിലും മലയാളത്തിലേക്ക് തിരിച്ചു വരികയാണ്. തിരിച്ചു വരികയെന്നല്ല, മലയാളത്തിൽ അവസരം കിട്ടുകയാണ്. മീശമാധവനായിരുന്നു ആദ്യം. അതെ അതെ. ലാൽ ജോസിന്റെ പടം എങ്ങനെയാണ് ആ ലാൽ ജോസ് പടത്തിലേക്ക്? അത് ഇതേപോലെ ബോംബെയിൽ നിന്ന് തന്നെ കിട്ടുന്ന അവസരമാണ്. അത് അപ്പോൾ ഈ പറഞ്ഞ പോലെ ബോംബെയിൽ ചാൻസ് അന്വേഷിച്ചൊന്നും ചോദിച്ചില്ല. അപ്പോൾ ഇതിൻ്റെ ഒരു അഡ്വർടൈസിങ്ങും എല്ലാമായി ഇതിൻ്റെ ഒരു പീക്ക് എത്തിക്കഴിഞ്ഞപ്പോഴാണ് ഈ സിനിമാ മോഹം കലശലാവുന്നത്. അപ്പോൾ അതുവരെ എങ്ങനെ സിനിമയിലേക്ക് എന്നുള്ളതിനെക്കുറിച്ചൊരു ഐഡിയ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഈ ഡബ്ബിംഗ് ഒക്കെ തുടങ്ങി കഴിഞ്ഞപ്പോൾ അങ്ങനെ 1-2 ചെറിയ അവിടുത്തെ ഈ ചില ഹിന്ദി സിനിമകൾക്കും അതിനൊക്കെ ചെറുതായിട്ട് കോറസും അതൊക്കെ ഡബ് ചെയ്യാൻ വേണ്ടി പോയി തുടങ്ങി. അപ്പോൾ സിനിമക്കാരെ കണ്ടു തുടങ്ങി. അപ്പോൾ ഒരു ഉള്ളിൽ സ്വാഭാവികമായിട്ട് ഞാനും എൻ്റെ ഒരു സുഹൃത്തുണ്ട്, ഞങ്ങൾ രണ്ടുപേരും ഈ മോഹം ഉദിച്ച് നിൽക്കുക. പക്ഷേ എങ്ങനെ, ആര് ത്രൂ, ഒരു ഐഡിയ ഇല്ല. കാരണം അന്ന് ഒരു കോണ്ടാക്റ്റും ഇല്ല. നമ്മുടെ പരിചയത്തിലോ ബന്ധത്തിലോ സ്വന്തത്തിലോ ആരും സിനിമാ രംഗത്തില്ല. എന്നാൽ ഈ പ്രോഗ്രാമിനൊക്കെ ആയിട്ട് ഇപ്പോൾ പലരും അവിടെ നിന്ന് വരുന്ന ആദർശ ടീം വന്നിട്ടുണ്ട്. അങ്ങനെയൊക്കെ മിമിക്സ് പരേഡ് ടീമൊക്കെ വരും. അപ്പോൾ അവരൊക്കെ പോയി കണ്ട് സംസാരിക്കും. കോട്ടയം നസീറൊക്കെ വന്നിട്ടുണ്ട് ആ സമയത്ത്. അവരൊക്കെ പോയി കണ്ട് സംസാരിച്ച് ഞങ്ങൾക്കും ആഗ്രഹമുണ്ട്. അപ്പോൾ അവരും ഇങ്ങനെ ഒരു ട്രെയിൻ കാലഘട്ടത്തിലാണല്ലോ. അപ്പോഴാണ് അറിയുന്നത് നമ്മുടെ കമൽ സാർ ഒരു പടവുമായിട്ട് ബോംബെയിൽ ഷൂട്ട് ചെയ്യുന്നുണ്ടെന്ന് ഒരു ന്യൂസ് കിട്ടുകയാണ്. അത് കിട്ടണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ക്യാമറമാൻ ഹരി നായർ എന്ന് പറഞ്ഞ് പുള്ളി പൂനെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് ക്യാമറമാൻ, പുള്ളിയാണ് ആ പടം ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ മഡ് ഐലൻഡിൽ. അപ്പോൾ ഒരു സുഹൃത്ത് മുഖാന്തരം അറിയാണ്. അപ്പോൾ ഒന്നും നോക്കിയില്ല, ഞങ്ങൾ 2 മണി വെച്ച് പിടിച്ച് നേരെ അവിടെ എത്തുന്നു. അവിടെ ചെന്നപ്പോൾ നമ്മുടെ മഴയത്ത് മുൻപേ എന്ന് പറഞ്ഞ ഒരു പടത്തിൻ്റെ ഹിന്ദി റീമേക്കാണ്, അജയ് ദേവഗൺ വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ക്യാമറമാൻ സുകുമാർ സാറും ഉണ്ടെന്ന് പുള്ളി ഒന്നുകൊണ്ട് വെച്ചു. അങ്ങനെ ഞങ്ങൾ അവിടെ ചെന്ന് ചാടുകയാണ്. അവിടെ ചെന്ന് ചാടിയിട്ട് ഇതേപോലെ കമൽ സാറിനോട് പറയുകയാണ്, ഇങ്ങനെ ഞങ്ങൾ ഇവിടുത്തെ വലിയ മിമിക്രി ആർട്ടിസ്റ്റുകളാണ്, നാടക അഭിനേതാക്കളാണ്, ആനയാണ് ചേനയാണ്, ഞങ്ങൾക്ക് എങ്ങനെയെങ്കിലും ഒരു ചാൻസ് തരണം. അപ്പോൾ പുള്ളി പറഞ്ഞു, ഈ പടത്തിൽ അങ്ങനെ ഒരു ചാൻസ് ഇല്ല, കാരണം ഒരു ഹിന്ദി പടം ഞാനിവിടെ ചെയ്യുകയാണ്, നിങ്ങൾ നാട്ടിൽ വരുന്ന സമയത്ത് എന്നെ ഒന്ന് കോൺടാക്ട് ചെയ്താൽ നമുക്ക് നോക്കാം എന്നൊക്കെ പറഞ്ഞ് നല്ല രീതിയിൽ സംസാരിച്ച് സാറ്. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് പിരിഞ്ഞു. അതവിടെ വെച്ച് തീർന്നു. പിന്നെയും ഇതില്ല. പിന്നെ അപ്പോൾ കാണുന്നവരൊക്കെ നമ്മളോട് പറയാൻ തുടങ്ങി, നിങ്ങൾ എന്തുകൊണ്ട് സിനിമയിൽ ട്രൈ ചെയ്യുന്നില്ല, നിങ്ങൾ ഭയങ്കര നടനാണല്ലോ, ആനയാണല്ലോ, ചേനയാണെന്നൊക്കെ നമ്മൾ വെറുതെ ഇങ്ങനെ പറഞ്ഞ് ഇതിൻ്റെ ഒരു മൂർധന്യാവസ്ഥയിൽ ഞാനും ഈ സുഹൃത്ത് സോമനും കൂടി ഒരു തീരുമാനം എടുക്കുകയാണ്, നമുക്ക് നാട്ടിലേക്ക് പോകാം, എന്നിട്ട് ധൈര്യമായിട്ട് കുറച്ച് പേരെ പോയി കാണാം. അങ്ങനെ ഞങ്ങൾ കുറച്ച് പൈസയൊക്കെ ആയിട്ട് നേരെ ട്രെയിൻ കയറി തിരുവനന്തപുരത്ത് വരുന്നു. തിരുവനന്തപുരത്ത് തമ്പാനൂർ, അതിന് ലോഡ്ജിൻ്റെ പേര് എനിക്ക് പ്രശാന്ത് ലോഡ്ജ് എന്ന് പറഞ്ഞത് ചെറിയൊരു കുഞ്ഞ് ലോഡ്ജ് ഉണ്ടാകും. കൈരളി തിയേറ്റർ കഴിഞ്ഞ് മുന്നോട്ട് പോകുമ്പോൾ ലെഫ്റ്റ് സൈഡിൽ അവിടെ വന്നിട്ട് ഞങ്ങളൊരു മുറി എടുത്തിട്ട്, അപ്പോൾ കുറച്ച് പൈസ കയ്യിലുണ്ടല്ലോ, കുളിച്ച് ഫ്രഷായിട്ട് രാവിലെ മുതൽ അഭിനയത്തിന് ചാൻസ് ചോദിക്കാമെന്നുള്ള രീതിക്ക് ഞങ്ങൾ ഇറങ്ങുന്നു. അപ്പോൾ അവിടെ അങ്ങനെ ഓരോരുത്തരിൽ നിന്ന് ഇൻഫർമേഷൻ കിട്ടുകയാണ്. അവിടെ ഒരു സീരിയലിൻ്റെ ഷൂട്ട് നടക്കുന്നു. എനിക്കാണ് VK പ്രകാശാണ് എൻ്റെ എന്തോ ഒരു സീരിയൽ, ഗന്ധർവയാമോ അങ്ങനെ എന്തോ ഒരു സീരിയൽ. ആദ്യം അതിൻ്റെ സെറ്റിൽ പോകുന്നു. അവിടെ നിന്ന് അവരെ ഇറക്കി വിട്ടില്ല എന്നുള്ളൂ. അത് കഴിഞ്ഞിട്ട് KK രാജീവ് സാറിൻ്റെ സെറ്റിൽ പോകുന്നു. അവിടെ നിന്നും ഏതൊരു പ്രൊഡക്ഷൻ മാനേജറെ പരിചയമുണ്ടായിരുന്നു, അവിടെയും കുറച്ച് നേരം നിന്നു. പിന്നെ ഒരു വിജയകൃഷ്ണൻ എന്ന് പറഞ്ഞൊരു സാറിൻ്റെ ഒരു സീരിയൽ വട്ടിയൂർക്കാവിൽ പോകുന്നു. പിന്നെ ജ്വാലയായി മറ്റേ വയലാർ മാധവൻകുട്ടി സാറ്, പുള്ളീനെ കാണാൻ പോകുന്നു. പുള്ളിയൊക്കെ ലിറ്ററലി നമ്മളെ എന്താ പറയുക, മറ്റേ വീട്ടിൽ നിന്ന് ഇറങ്ങി പോടാന്ന് പറഞ്ഞില്ല എന്ന് മാത്രമല്ലേ. അല്ല, മീൻസ് അവർക്ക് അറിയില്ലല്ലോ അന്നൊക്കെ എൻ്റെ രൂപം എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര മെലിഞ്ഞു ഉണങ്ങി കറുത്ത് കരിവാളിച്ച് ഇത് എന്താണ്, ഇവനെ എന്ത് സിനിമയിൽ അഭിനയിക്കാം. മീൻസ് അന്നത്തെ കാലഘട്ടത്തിൽ സിനിമയിൽ മറ്റൊരു പ്രോബ്ലം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് ഭയങ്കര ഗുഡ് ലുക്കിംഗ് ആളുകൾ മാത്രം സിനിമയിൽ വരുന്നു, അങ്ങനെ ഒരു കാലഘട്ടമായിരുന്നു. കാലം മാറിയപ്പോൾ എല്ലാത്തിനും മാറ്റം വന്നു. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അവരെ കുറ്റപ്പെടാം. പിന്നെ അവർക്ക് നമ്മളെ അറിയില്ല,
നമ്മൾ അഭിനയിക്കുമെന്ന് അറിയില്ല, ഇവർ ആരുടെ കെയർ ഓഫിലും ഒരു പ്രത്യേകിച്ച് ഒരു കെയർ ഓഫില്ലല്ലോ. അങ്ങനെ നടന്ന് തിരുവനന്തപുരം ഏകദേശം മടുത്തു. പിന്നെ ബാക്കി പൈസ തീർന്നിരിക്കുമ്പോൾ എറണാകുളത്തേക്ക് വന്നു. എറണാകുളത്തേക്ക് വന്നിട്ട് പിന്നെ ഇവിടെ കുറേ ഡയറക്ടേഴ്സ് ഉണ്ട്, ഇപ്പോൾ അവരൊന്നും പേരുകൾ പറയുന്നില്ല. ഇവരൊക്കെ പോയി നിരന്തരം കാണുകയും സംസാരിക്കുകയൊക്കെ ചെയ്തു. പലരും നോക്കാം, അടുത്ത പടത്തിൽ നോക്കാം, കുറേ ലൊക്കേഷനുകളിൽ പോയി. അങ്ങനെ ഏകദേശം ഒരു 1.5-2 മാസത്തോടുകൂടി കയ്യിലെ പൈസ എല്ലാം തീർന്ന് പാപ്പരായി. ഒരു നിരാശയായിരുന്നു ഫലം. അപ്പോൾ മനസ്സിലായി നമുക്കിവിടെ പരിചയമില്ലാതെ ഒന്നും നടക്കില്ല. അങ്ങനെ ഞങ്ങൾ തിരിച്ച് കുറേ അധികം പേരെ കണ്ടു. അങ്ങനെ തിരിച്ച് ട്രെയിൻ കയറി ഞങ്ങൾ ബോംബെക്ക് പോയി. വീണ്ടും അവിടെ ആരെങ്കിലും പ്രതീക്ഷയെന്ന് ഒരാളെങ്കിലും ഉണ്ടായിരുന്നു? കുറേ പേര് പ്രതീക്ഷയൊക്കെ തന്നു. പക്ഷേ അവരുടെ പടം തുടങ്ങിയപ്പോഴും അങ്ങനെ വിളിക്കൊന്നും ഉണ്ടായില്ല. എന്നാൽ നന്നായിട്ട് പെരുമാറിയ ആളുകളുണ്ട്, മോശമായിട്ട് പെരുമാറിയ മോശം നമുക്ക് പറയാൻ പറ്റില്ല. കാരണം അവരുടെ സിറ്റുവേഷൻ വെച്ച് ഒരു അപരിചിതം വരുമ്പോൾ അവരങ്ങനെയാണല്ലോ പെരുമാറുള്ളത്. അതുകൊണ്ട് നമുക്ക് അതിൽ വിഷമമൊന്നുമില്ല. അതിനുശേഷം തിരിച്ച് ബോംബെക്ക് പോയി വീണ്ടും. കാരണം അവിടെ നമ്മൾ ഓൾറെഡി രാജാക്കന്മാരാണ്, എല്ലാ പ്രോഗ്രാമിലും നമ്മളുണ്ട്, നമുക്ക് നല്ല നിലയും വിലയുണ്ട്. അങ്ങനെ സുഖമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ ഒരു പ്രോഗ്രാമിൽ വെച്ചിട്ട് ഇതുപോലെ വീണ്ടും ഒരാൾ വന്നിട്ട് പറഞ്ഞു, എൻ്റെ സുഹൃത്താണ് ഡയറക്ടർ ലാൽ ജോസ്, നിങ്ങൾക്ക് നല്ല ടാലൻ്റ് ഉള്ള, ഞാൻ ലാൽ ജോസിനോട് പറയാം നിങ്ങൾ അടുത്ത പടത്തിലൊന്ന് നോക്കാൻ പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും മനസ്സുകൊണ്ട് ചിരിച്ചു. കാരണം ഇത് കുറേ കണ്ടതാണ്, ഞങ്ങൾ കുറേ പേരെ ഇതേപോലെ കണ്ടതാണ്. അപ്പോൾ പുള്ളി കോൺടാക്ട് നമ്പറൊക്കെ തന്നു. ഞങ്ങൾ സത്യം പറഞ്ഞാൽ കോൺടാക്ട് ചെയ്യാനേ പോയില്ല കാരണം നമ്മളവിടെ മര്യാദയ്ക്ക് ജീവിക്കുന്നു, ഇനി എന്തിനാണ് ഇനി ഒരു അബദ്ധം എന്നുള്ള രീതിക്ക്. അപ്പോൾ വീണ്ടും ഈ വ്യക്തിനെ കണ്ടുമുട്ടുന്നു. അപ്പോൾ പുള്ളി ചോദിച്ചു, നിങ്ങൾ വിളിച്ചില്ല അല്ലേ? ഞാനിങ്ങനെ ചോദിച്ചപ്പോൾ ആരും വിളിച്ചില്ല എന്ന് ലാൽ ജോസ് പറഞ്ഞല്ലോ എന്ന് പറഞ്ഞു. അപ്പോഴാണ് നമുക്കിത് സീരിയസ് ആണെന്ന് മനസ്സിലായത്. അപ്പോൾ പിന്നെ അപ്പം തന്നെ അന്നൊക്കെ ട്രങ്ക് കോൾ ബുക്ക് ചെയ്ത് വിളിക്കുന്ന ഒരു സമയമാണ്. അങ്ങനെ വിളിച്ച് അപ്പോൾ പോസിറ്റീവായിട്ടാണ് സംസാരിച്ചത്. നിങ്ങൾ നാട്ടിൽ വരുമ്പോൾ എന്തായാലും ഒന്ന് വന്ന് കാണും എന്ന് പറയുന്നു. അങ്ങനെ ഒരു വാക്ക് കേട്ടപ്പോൾ നാട്ടിൽ വരുമ്പോൾ എന്നാണ് പുള്ളി പറഞ്ഞത്. പക്ഷേ ഞങ്ങൾ അതിനു വേണ്ടി നാട്ടിലേക്ക് വന്നു. നേരെ വന്ന് ഒറ്റപ്പാലത്ത് പോയി വീട്ടിൽ അദ്ദേഹത്തെ കണ്ടപ്പോൾ ഈ രണ്ടാം ഭാവം എന്ന് പറഞ്ഞൊരു പടം എന്തോ തിലകൻ സാറിന് അസുഖമൊക്കെ ആയിട്ട് മുടങ്ങിയിട്ടിരിക്കുന്നൊരു സമയമാണ്. അപ്പോൾ പുള്ളി പറഞ്ഞു, ഇങ്ങനെ ഈ പടം കംപ്ലീറ്റ് ആയിട്ടില്ല, ഇത് കഴിഞ്ഞ് എനിക്കിനി അടുത്ത പടം ഉണ്ടോ എന്നറിയില്ല, ഞാൻ അടുത്ത പടം എടുക്കുകയാണെങ്കിൽ ആ സമയത്ത് നോക്കാം, നിങ്ങൾ വന്ന് കണ്ടത് നന്നായി എന്നൊക്കെ പറഞ്ഞു. പക്ഷേ നല്ല രീതിയിൽ കുറേ അഡ്വൈസൊക്കെ തന്നു. അതായത് നിങ്ങൾക്കിപ്പോൾ നല്ല രീതിയിൽ ജോലിയൊക്കെ ഉണ്ട് ബോംബെയിൽ, എന്തിനാണ് വെറുതെ ഇപ്പോൾ സിനിമ എന്നും പറഞ്ഞപ്പോൾ നിങ്ങൾ വരുമ്പോൾ ആരും നിങ്ങളെ പിടിച്ച് മെയിൻ ആക്ടേഴ്സ് നോക്കാൻ പോകുന്നില്ല, എന്തെങ്കിലും ചെറിയ വേഷങ്ങൾ തരാമെന്നുള്ളൂ. ആ ചെറിയ വേഷങ്ങൾക്ക് നിങ്ങൾക്ക് ചിലപ്പോൾ പൈസ പോലും കിട്ടിക്കൊള്ളുന്നില്ല. അപ്പോൾ നിങ്ങളുടെ ഫ്യൂച്ചറും നിങ്ങൾ ഇതിലേക്കാണെന്ന് തീരുമാനിക്കണം, പിന്നെ നിങ്ങളുടെ കുടുംബത്ത് പ്രശ്നം ഉണ്ടാവരുത്, അങ്ങനെയുള്ള കൃത്യമായ അഡ്വൈസസൊക്കെ ലാൽ ജോസ് സാറ് തന്നത്. പക്ഷേ ഉള്ളിൽ ആഗ്രഹമുള്ള പക്ഷേ ഞങ്ങൾ തിരിച്ചു പോയി. പിന്നീടാണ് ഞങ്ങൾ അറിയുന്നത് ഇങ്ങനെ കുറച്ച് ആ പടമൊക്കെ ഇറങ്ങി കഴിഞ്ഞപ്പോഴാണ് അടുത്ത പടം അനൗൺസ്മെൻറ്റ് വരുന്നത്. മീശ മാധവൻ 2001 ഡിസംബറിലാണ് അത് അനൗൺസ്മെൻറ്റ് വരുന്നത്, 2002 എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അങ്ങനെ വീണ്ടും വിളിക്കുന്നു. അപ്പോൾ പുള്ളി പറയുന്നത്, മറന്നില്ലേ നിങ്ങൾ? ഇല്ല മറന്നില്ല എന്ന് പറയുന്നു. അങ്ങനെ നാട്ടിൽ വരുന്നു. അങ്ങനെ ആ പടത്തിലാണ് ആദ്യമായിട്ട് ദിലീപിൻ്റെ കൂട്ടുകാരനായിട്ട് ഞങ്ങൾ ഈ പറഞ്ഞ രണ്ടുപേരും, ഞാനും ഈ സോമൻ എന്നൊരു വ്യക്തിയും കൂടി വരുന്നു. ഞങ്ങൾക്ക് രണ്ടുപേർക്കും കൂട്ടുകാരായിട്ട് അവസരം കിട്ടുന്നു. അങ്ങനെ സിനിമാ ജീവിതം ആരംഭിക്കുന്നു. വരണ വഴിക്ക് നമ്മുടെ ഈ കൃഷ്ണനെ ആ പൊതുവാളിന്റെ പട്ടി ഓടിച്ചിട്ട്